ആശാവർക്കർമാരുടെ വേതനം മുടങ്ങുന്നത് സംസ്ഥാന സർക്കാരിന്റെ കെടുകാര്യസ്ഥത മൂലമാണെന്ന് കേന്ദ്ര സർക്കാർ. 938.80 കോടി രൂപ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നൽകിയിട്ടുണ്ട്. അനുവദിച്ച തുകയേക്കാൾ കൂടുതലാണത്. ബജറ്റ് വിഹിതത്തിന് പുറമെ കഴിഞ്ഞ ഫെബ്രുവരിയിൽ 120 കോടി കേരളത്തിന് അധികമായി അനുവദിച്ചുവെന്നും ആരോഗ്യ മന്ത്രാലയം വിശദീകരിച്ചു. വിനീത വിജിയാണ് ഡൽഹിയിൽ നിന്ന് ചേരുന്നത് വിശദാംശങ്ങളുമായി. വിനീത, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ആരോഗ്യമന്ത്രി JP നദ്ദയെ കണ്ടതിന് ശേഷമാണ് ഈ വിശദീകരണം ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്നത്. ആ കൂടിക്കാഴ്ചയിൽ ആയിരിക്കാം ഇത്തരമൊരു മറുപടി സംസ്ഥാന സർക്കാരിന് കേന്ദ്രം നൽകണമെന്ന് തീരുമാനമുണ്ടായതെന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ ഈ കണക്കിന് മറുകണക്കുണ്ടെങ്കിൽ സംസ്ഥാനം അത് പറയേണ്ട സാഹചര്യമാണ് വന്നിരിക്കുന്നത്. എന്തൊക്കെയാണ് വിശദീകരിക്കുന്നത് കേന്ദ്രം? തീർച്ചയായും വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ ഇന്ന് ഉച്ചയോടുകൂടിയാണ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയത്. ഈ കൂടിക്കാഴ്ചയിൽ ആശാവർക്കർമാരുടെ സമരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന് പിന്നാലെ പുറത്തിറക്കിയിരിക്കുന്ന കുറിപ്പിലാണ് ഇപ്പോൾ ആരോഗ്യ മന്ത്രാലയം ഈ വിശദീകരണം പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും പ്രധാനമായും പറയുന്നത് സംസ്ഥാന സർക്കാരിന്റെ കെടുകാര്യസ്ഥത മൂലമാണ് ആശാവർക്കർമാരുടെ വേതനം മുടങ്ങുന്നതെന്നാണ് കേന്ദ്ര സർക്കാർ ഈ വിശദീകരണ കുറിപ്പിൽ പറയുന്നത്. ഒപ്പം തന്നെ 938.80 കോടി രൂപ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നൽകിയിട്ടുണ്ടെന്നും കേന്ദ്ര സർക്കാർ കണക്കുകളിൽ വ്യക്തമാക്കുകയാണ്. ഇത് അനുവദിച്ച തുകയേക്കാൾ വളരെ കൂടുതലാണെന്നും സൂചിപ്പിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ബജറ്റ് വിഹിതത്തിന് പുറമെ കഴിഞ്ഞ ഫെബ്രുവരിയിൽ 120 കോടി രൂപ കേരളത്തിന് അധികമായി അനുവദിച്ചുവെന്നും കേന്ദ്ര സർക്കാർ ഇതിൽ വ്യക്തമാക്കുകയാണ്. കേരളത്തോട് ഒരു തരത്തിലുമുള്ള അവഗണന കേന്ദ്രം കാണിച്ചിട്ടില്ലെന്നും വ്യക്തമാക്കുകയാണ് ഈ സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാർ. സംസ്ഥാന സർക്കാർ ഇന്ന് ആരോഗ്യമന്ത്രി ആവർത്തിച്ച് ഇതിന് ഉത്തരവാദി കേന്ദ്രമാണ്. ഡൽഹിയിൽ സമരത്തിന് ആശമാരെ ക്ഷണിക്കുന്നു, അവരോടൊപ്പം സമരത്തിന് ഞാനും എത്തുമെന്നൊക്കെ സംസ്ഥാന ആരോഗ്യമന്ത്രി തുടർച്ചയായി പറയുന്നതിനിടെയാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ചില കണക്കുകൾ പുറത്തുവിട്ടിരിക്കുന്നത്. നേരത്തെ ബജറ്റിൽ അനുവദിച്ചതിനേക്കാൾ കൂടുതൽ തുക നൽകിയിട്ടുണ്ട്. ഇത് കൂടാതെ ഫെബ്രുവരിയിൽ 120 കോടി കേരളത്തിന് അധികമായി അനുവദിച്ചിട്ടുണ്ട് എന്നും ആരോഗ്യ മന്ത്രാലയം വിശദീകരിക്കുന്നുണ്ട്. വിനീത വിജിയാണ് വിശദാംശങ്ങൾ നൽകിയത്.